ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. നമ്മെ തന്നെ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. വചനമാകുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൽ ജനിക്കാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. വചനത്തെ മാംസം ധരിച്ചവളെ, നിന്റെ പുത്രൻ്റെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കപ്പെടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ വചനം നമ്മോടിങ്ങനെ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരു അറിയിപ്പാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാതെയായാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ വഴി അരുൾ ചെയ്ത പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയായ മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നവരെ അവളെ അവൻ അറിഞ്ഞിരുന്നില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. ഈ ഒരു സംഭവം പലപ്പോഴും ഇങ്ങനെ വായിക്കുമ്പോൾ എന്നെ വണ്ടറടുപ്പിച്ച 1-2 ക്യാരക്ടേഴ്സ് അതിനകത്തുണ്ട്. അതൊന്ന് പരിശുദ്ധ അമ്മയുടെ. പരിശുദ്ധ അമ്മയിലേക്ക് മാലാഖ വന്ന് പറയുന്നുണ്ട്, നീ ഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ ഉള്ളിലേക്ക് വചനം നിറഞ്ഞു. അമ്മ ഗർഭിണിയായി കാണപ്പെട്ടു. അടുത്ത മൊമെന്റ് അമ്മ നേരെ പോകുന്നത് എലീശ പുണ്യവതിയെ ചെന്ന് കാണാൻ, ശുശ്രൂഷ ചെയ്യാനാണ്. അപ്പം ഇതൊരു വലിയൊരു ആത്മീയ രഹസ്യമാണ് ഇതിനകത്ത്. കാരണം എലീശ പുണ്യവതിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രായം കഴിഞ്ഞൊരു സ്ത്രീയായിരുന്നു. പ്രായം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ദൈവിക ഇടപെടൽ കൊണ്ടിട്ട് അവളും ഗർഭിണിയായി കാണപ്പെട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു ദൈവിക ഇടപെടൽ കൊണ്ടാണ് ആ ഒരു ഗർഭാവസ്ഥ. ഒരു പ്രായം കഴിഞ്ഞു പോയി. കാരണം സയൻസിൻ്റെയൊക്കെ അപ്പുറമാണ്. ദൈവം നമ്മുടെ ലോജിക്കിൻ്റെ തലക്കിട്ടൊക്കെ അടിക്കുക ചെയ്യും. കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കർത്താവ് ചെയ്യുന്നത്. പ്രായം കഴിഞ്ഞ് അല്ലേ, മെൻസസ് ടൈമൊക്കെ സ്റ്റോപ്പായ ഒരു സ്ത്രീയാണ് എലീശ പുണ്യവതി. അവൾ ഗർഭിണിയായി കാണപ്പെടുന്നു. എന്ന് വെച്ചാൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായി. അതുവഴിയാണ് ഗർഭിണിയായി കാണപ്പെട്ടത്. അങ്ങനെ ഒരു ദൈവിക ഇടപെടൽ അനുഭവിച്ച ഒരു വ്യക്തിക്ക് മറ്റൊരു ദൈവിക ഇടപെടലിനെ കുറിച്ച് മനസ്സിലാവത്തുള്ളൂ. വേറെ ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ആവാം പരിശുദ്ധ അമ്മ നേരെ ചെന്നത് എലീശ പുണ്യവതിയുടെ അടുത്ത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് എലീശ പുണ്യവതി ചെന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ലൂക്കാസ് സുവിശേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാൻ എനിക്ക് എവിടുന്ന് ഭാഗ്യം ലഭിച്ചു. കാരണം എലീശ പുണ്യവതിയോട് ആരും പറഞ്ഞില്ല മറിയം ഗർഭിണിയാണെന്ന്. മറിയം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, റിവീൽ ചെയ്തിട്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എലീശ പുണ്യവതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് കർത്താവിൻ്റെ അമ്മയാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. കാരണം ഒരു ദൈവിക ഇടപെടൽ, ഒരു ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ഒരു കാര്യങ്ങൾ അത് ഒരാൾക്ക് മനസ്സിലാവണമെങ്കിൽ ആ വ്യക്തിയും ആ ഒരു ഇടപെടലിലൂടെ കടന്നു പോയൊരു വ്യക്തിയായിരിക്കണം. അല്ലാത്തൊരാൾക്ക് അത് മനസ്സിലാവില്ല. വേറെ ആരോട് പറഞ്ഞാലും ഇത് മനസ്സിലാവത്തില്ല. എലീശ പുണ്യവതിക്ക് മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു ക്യാരക്ടർ ഈ ഔസേപ്പിതാവിൻ്റെ ആണ്. പലപ്പോഴും ഇങ്ങനെ സങ്കടം വന്നിട്ടുണ്ടേ, ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഇങ്ങനെ വിവാഹമൊക്കെ നിശ്ചയം ചെയ്തു, അപ്പോൾ കല്യാണമൊക്കെ ഇങ്ങനെ കോട്ടയിട്ടിരിക്കുകയാണ്. അപ്പോൾ കല്യാണമൊക്കെ അങ്ങ് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് മനക്കോട്ടയാണ് അല്ലേ? നമ്മളിങ്ങനെ മനക്കോട്ട കൊട്ടിയിരിക്കുകയാണ്. കല്യാണം, കുടുംബം, കുഞ്ഞുങ്ങൾ, ഇങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണുന്ന സമയമാണ് നമ്മുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒത്തുകല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു പീരീഡ്. നമ്മളിങ്ങനെ കോട്ട കെട്ടിയൊക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക ഈ ജോസഫ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് എലീശ പുണ്യവതിക്ക് പ്രസവമെല്ലാം കഴിഞ്ഞ് പരിശുദ്ധ അമ്മ തിരിച്ചു വരുന്നത് നിറവയറോടെ. ഇത് കാണുന്ന ഒരാണിൻ്റെ അവസ്ഥ എന്തായിരിക്കും ചിന്തിച്ചു നോക്കി. ഇതാകെ അറിയാവുന്ന എലീശ പുണ്യവതിക്ക് മാത്രമേ അറിയത്തുള്ളൂ. സക്കറിയ പ്രവാചകനും അറിയാം, വേറെ ആർക്കും അറിയില്ല ഇത്. അപ്പം ഈ നിറവയറോടെ ഈ ഔസേപ്പിതാവിൻ്റെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടുന്ന മറിയം. ഔസേപ്പിതാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കി. എങ്കിലും മറിയേ എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും, നീ തന്നെയാണോ ഇത്? അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ ഔസേപ്പിതാവിൻ്റെ മനസ്സ് എന്തുമാത്രം ഉടഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇത് കേൾക്കുന്ന ഓരോ ആണുങ്ങൾക്കും അറിയാം. ഇപ്പോൾ ഒത്തിരി സ്നേഹിക്കുന്നവർ ഈ കാലത്തിലൊക്കെ ഇങ്ങനെ ഒരു ചൊല്ലൊക്കെ ഉണ്ടല്ലോ, തേച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു പെണ്ണ് തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു ആണ് തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ അവസ്ഥ എന്തായിരിക്കും?
അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വേറൊരു ബന്ധമുണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സിറ്റുവേഷൻ? അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്ന ഒരു ഔസേപ്പിതാവ്, മുറിഞ്ഞ് തകർന്ന് നിൽക്കുന്ന ഒരു ഔസേപ്പിതാവ്. പക്ഷെ നീതിമാനായതുകൊണ്ട് അല്ലേ, ഒരു പെണ്ണിൻ്റെ എന്താ പറയുന്നത്, ഒരു ഇന്നർ ലൈഫ്, ഒരു മറഞ്ഞിരിക്കുന്ന ഒരു ജീവിതങ്ങൾ ആരും ഇങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അത് ഔസേപ്പിതാവ് കാണിച്ച ഏറ്റവും വലിയൊരു നന്മയാണ്. പക്ഷെ നമ്മുടെ പല ആണുങ്ങളുടെ ഒരു സ്വഭാവം ഇതെല്ലാം ഇങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരും, കംപ്ലീറ്റ് പുറത്തോട്ട് കൊണ്ടുവരുന്ന ഇങ്ങനെ താറടിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നീതികേടാണ്. കാരണം ഇപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് അതിലെന്തൊക്കെ ചിലപ്പോൾ വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടല്ലല്ലോ ജീവിച്ചിരിക്കുന്നത്. എനിക്ക് ഒത്തിരി വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വീഴ്ചകൾ സംഭവിക്കും. പെർഫെക്റ്റ് ആയിട്ടല്ല നമ്മളൊന്നും ജീവിച്ചിരുന്നത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിള്ളി എടുത്ത് നാണം കെടുത്തി എൻ്റെ ആവശ്യമില്ല, ആവശ്യമില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ എന്നെ ഏറ്റവും വണ്ടറടുപ്പിച്ചൊരു കാര്യം പരിശുദ്ധ അമ്മയുടെ വേറൊരു ക്യാരക്ടർ. വേണമെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഈ ഔസേപ്പിതാവിനെ ചെന്ന് പറയായിരുന്നു, ഔസേപ്പേ നീ ഇങ്ങനെ വിഷമിക്കരുത്, നീ ചിന്തിക്കുന്ന പോലെ അല്ല ഇതിങ്ങനെ ദിവ്യമാണ്, പരിശുദ്ധാത്മാവാണ്, വേറൊരു നീ വിചാരിക്കുന്ന പോലെ അവിഹിതമൊന്നും അല്ല എന്നൊക്കെ വേണമെങ്കിൽ ഈ ഔസേപ്പിതാവിനോട് പരിശുദ്ധ അമ്മയ്ക്ക് പറയായിരുന്നു. പക്ഷെ എന്നെ എപ്പോഴും ചിന്തിപ്പിച്ചിട്ട് അമ്മ എന്തുകൂടെ പറയാതിരുന്നു? ശരിയല്ലേ, രഹസ്യത്തിൽ ഉപേക്ഷിക്കാനൊക്കെ തീരുമാനിച്ചു ഔസേപ്പിതാവ്. അത്രയും സ്റ്റേജ് വരെ ചെന്നു. ചിലപ്പോൾ ഇത് കണ്ടിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ഔസേപ്പിതാവ് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തിയത്. ഒത്തിരി ചാഞ്ചാട്ടങ്ങളുടെ അവസാനമായിരിക്കും അങ്ങനെ ഡിസിഷൻ. ഉപേക്ഷിച്ചേക്കാം, ഞാൻ വല്ല നാട് വിട്ട് പോയേക്കാം എന്നൊക്കെ ഔസേപ്പിതാവ് ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്നിട്ടും പരിശുദ്ധ അമ്മ പറയുന്നില്ല. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തരുന്ന വലിയൊരു ആത്മീയ പാഠമുണ്ടേ. കാരണം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഓഫീസിൽ ഇപ്പം നമ്മൾ വേറൊരു വ്യക്തിയായിട്ടൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചു. ഇത് ഈ ഔസേപ്പിതാവ് മാതാവുമായിട്ടൊരു പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. ആ പ്രശ്നം കുഞ്ഞാണ്. ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഓഫീസിലൊക്കെ ഇത് നിരവധി പ്രശ്നങ്ങൾ, ഇതിൻ്റെ വേറെ ഡയമെൻഷൻ. കാരണം തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഔസേപ്പിതാവ് തെറ്റിദ്ധരിച്ചിരിക്കും. ഇതുപോലെ നമ്മളെ തെറ്റിദ്ധരിക്കും. നമ്മുടെ കുടുംബത്തിൽ തെറ്റിദ്ധരിക്കും, നമ്മുടെ ഓഫീസിൽ തെറ്റിദ്ധരിക്കും. അപ്പം അങ്ങനെ തെറ്റിദ്ധരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം അവർ പറയും. അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് ഇത് കൺവിൻസ് ചെയ്യും. നടക്കില്ല. പക്ഷെ പരിശുദ്ധ അമ്മ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഒരക്ഷരം മിണ്ടുന്നില്ല. അമ്മ ദൈവപിതാവിനോട് ഒരു കാര്യം മാത്രം പറഞ്ഞു, പിതാവേ നീ തന്നാണെങ്കിൽ നീ തന്നെ സോൾവ് ചെയ്തോണം, നീ തന്നതാണെങ്കിൽ നീ തന്നെ സോൾവ് ചെയ്തോണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട് ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവമേ നീയാണ് ഈ പ്രശ്നം തന്നതെങ്കിൽ നീ തന്നെ സോൾവ് ചെയ്തോണം എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് പറയും. ഇപ്പോൾ വൈഫിനൊരു പ്രശ്നമുണ്ടെന്ന് വെച്ചു, ഞാൻ ചെന്ന് അവളോട് പറയും, എടീ നിനക്ക് ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ട്. അവിടെ വിഷയമാകാൻ തുടങ്ങും. ഒരിക്കലും വൈഫിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി വൈഫ് എന്നോട് നേരിട്ട് പറയും, എടാ നിനക്ക് ഇന്ന പ്രശ്നമുണ്ട് കേട്ടോ, മര്യാദയ്ക്ക് ജീവിച്ചോണമെന്നൊക്കെ. നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമ്മൾ കിടന്ന് ഭയങ്കര വിഷയം ഉണ്ടാക്കും, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. എന്നിട്ട് നമ്മുടെ അപ്പൻ ചെയ്യുന്ന ഒരു കാര്യം തെറ്റാന്ന് വെച്ചു, അപ്പൻ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അതിനകത്ത് ഇന്ന മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ചെന്ന് അപ്പനോട് പറയാം, അപ്പ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല കേട്ടോ, ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയുമായിരുന്നു. എൻ്റെ അമ്മയോട് പറയായിരുന്നു, അമ്മ എന്ത് വർത്താനമായി പറയണത്, ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയും. ഇങ്ങനെയാണോ പറയുന്നത് എന്നൊക്കെ ചോദിക്കും. നമ്മുടെ മക്കളെ നമ്മൾ തിരുത്താൻ പോകും. ഇനി നമ്മുടെ ഫാദറിൻലോയെ മദറിൻലോയെ തിരുത്താൻ പോകും, സഹോദരങ്ങളെ തിരുത്താൻ പോകും. കാരണം അവിടെ എല്ലാം പ്രശ്നമാകും. ഓഫീസിൽ ഇത് വലിയ കീറാമുട്ടിയായ ഒരു വിഷയമായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു സ്റ്റാഫിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നേരെ മുഖത്ത് നോക്കിയിട്ട് പറയും, നിനക്ക് എന്നെ പ്രശ്നമുണ്ട് കേട്ടോ, മര്യാദയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. അവിടെ തൊട്ട് വിഷയമാകാൻ തുടങ്ങും. അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിത് പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളോട് ഇങ്ങനെ ഒത്തിരി പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്, ജോർജ് നിനക്ക് ഇന്നെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ഇത് നീ നോക്കിയോണം. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ചില കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന കാര്യങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റും? ശരിയല്ലേ? ഇപ്പം ഒരാൾ നമ്മളോട് ഇങ്ങനെ പറയുകയാണ്, ജോർജ് ഇന്ന പോലെ ഒരു വിഷയമുണ്ട്. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടൊരു സംഭവം നടന്നു. ഒരു ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. ചേച്ചിയുടെ അപ്പന് ഒത്തിരി സുഖമില്ല, ഒത്തിരി പ്രായമായ മനുഷ്യനാണ്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, അപ്പം ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞപ്പോൾ അവരെടുത്ത ഒരു സാധനം എന്താണെന്ന് പറഞ്ഞാൽ അപ്പം മരിക്കാൻ പോവാണ്, അങ്ങനെയാണ് ജോർജ് പറയുന്നതെന്ന് ഉദ്ദേശിച്ച്
എന്നോട് അവർ മുഖത്തടിച്ച പോലെ പറഞ്ഞു, ഇങ്ങനെ അല്ല, ഒരു വ്യക്തിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ മരിക്കുമ്പോൾ മാത്രമല്ലല്ലോ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടണ്ടേ? ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ ആത്മാവുണ്ടല്ലോ, അതും വിശുദ്ധീകരിക്കപ്പെടണ്ടേ? അതിനുവേണ്ടി മാമോദിസയൊക്കെ നടത്തുന്നത് ശരിയല്ലേ? അപ്പോൾ ഒരു ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ എടുക്കാനായിട്ട് അത് മാത്രമായിട്ട് എന്തിനാണ് എടുക്കുന്നത്? ഈ ഒരു ആംഗിളിലാണ് നമ്മൾ പറയുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ അവർ ചിന്തിച്ചു അപ്പം മരിക്കാൻ പോവാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ബാക്കി എല്ലാ പ്രാർത്ഥനക്കാരും പറഞ്ഞത് എൻ്റെ അപ്പൻ രക്ഷപ്പെടുമെന്ന്, ജോർജ് മാത്രമാണ് പറഞ്ഞത് എൻ്റെ അപ്പം മരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, മരിക്കുമെന്ന് ആര് പറഞ്ഞു? ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അത് ഇൻഡയറക്റ്റ് ആയിട്ട് മരിക്കുമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് ചേച്ചി വീണ്ടും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ്, എൻ്റെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല ചേച്ചി എന്നാ പറഞ്ഞത്. അല്ല, അന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ അപ്പൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ലേ, എൻ്റെ അപ്പൻ ഇന്ന് ജീവിച്ചിട്ടുണ്ട്. അതെന്താ അങ്ങനെ ഇപ്പം എന്നോട് പറഞ്ഞത്? അല്ല, അത് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ആശ്വാസമാണ് കൊടുക്കണ്ടേ, അല്ലാതെ അപ്പം മരിക്കുമെന്നല്ല പറയേണ്ടതെന്ന്. അപ്പോൾ അത് എനിക്കൊരു തിരുത്തലായിരുന്നേ. ശരിക്കും ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോഴേ ആ ആസ്പെക്ട്സിൽ അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളോട് അതങ്ങനെ പറയരുത്. അതെനിക്ക് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയതാണ്. കാരണം ഈ അമ്മ ചെന്ന് ഇപ്പോൾ ഔസേപ്പിതാവിനോട് പറയുവാന്ന് വെച്ചോ, ഔസേപ്പിതാവ് ഇങ്ങനെയാണ്, ഒരിക്കലും ഔസേപ്പിതാവ് കൺവിൻസ് ആവത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും കൺവിൻസ് ആവത്തില്ല. അപ്പോൾ അമ്മ ചെയ്ത കാര്യം ദൈവപിതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അതെ പിതാവേ, എന്താന്ന് വെച്ചാൽ നീ ചെയ്തോണം, നീ തന്നാണ്, നീ സോൾവ് ചെയ്തോണം. അപ്പം ദൈവപിതാവ് ചെയ്ത കാര്യം ഒരു ദൂതനെ അയച്ച് ഔസേപ്പിതാവിനോട് പറഞ്ഞു, അതെ ഔസേപ്പേ, നീ വിചാരിക്കുന്ന പോലെ ഇത് അവിഹിതമൊന്നും അല്ല, ഇത് പരിശുദ്ധാത്മാ വചനം, പ്രവാചകന്റെ വചനമൊക്കെ നിറവേറാൻ വേണ്ടി ഇയാളെയാ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഈ കന്യകയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ കന്യകയിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞ് ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും ഔസേപ്പിതാവ് കൺവിൻസ് ആയി. നമ്മുടെ ജീവിതത്തിൽ ഇത് ചെയ്താൽ മതി. കാരണം നമുക്ക് ജീവിത പങ്കാളിയോട് ഒരു കാര്യം പറയണമെന്ന് വെച്ചു. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞാണല്ലോ പ്രശ്നം ഉണ്ടാകുന്നത്. ഓഫീസിലൊരു വ്യക്തിയോട് പറയണം, ഇനി നമ്മുടെ ഫ്രണ്ട്സിനോട് ഒരു കാര്യം പറയണം. അപ്പം നമ്മൾ പറഞ്ഞാൽ കൺവിൻസ് ആകത്തില്ല. ഒരു പക്ഷേ നമ്മളെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം നമ്മൾ പറയും, അത് ഇങ്ങനെയല്ല, ജോർജ് ഇങ്ങനെയല്ല, ജോർജിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അങ്ങ് കൺവിൻസ് ചെയ്യും. അത് നടക്കത്തില്ല, അവരൊരിക്കലും കൺവിൻസ് ആവത്തില്ല. അതിന് പകരം പരിശുദ്ധ അമ്മയുടെ ഒരു നിലപാട് നമ്മൾ ജീവിതത്തിൽ എടുക്കണം. ദൈവപിതാവേ, നീ ഇത് അനുവദിച്ചതാണെങ്കിൽ നീ തന്നെ സോൾവ് ചെയ്താൽ മതി. അങ്ങനെ പറയുമ്പോൾ ഈ ദൂതനെ അയച്ചതുപോലെ ചിലപ്പം എൻ്റെ വൈഫിനോട് എനിക്കൊരു കാര്യം പറയണം. അപ്പം ഞാൻ ഡയറക്റ്റ് പറഞ്ഞത് പ്രശ്നം ഉണ്ടാവും. പക്ഷേ വൈഫിൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഉണ്ട്, ആ കൊച്ചു പറഞ്ഞാൽ വൈഫിന് അത് കൺവിൻസ് ആവുമെന്ന് വെച്ചോ. ഇപ്പം ഞാൻ മിണ്ടാതെ ദൈവപിതാവിനെ ഏൽപ്പിച്ചാൽ മതി. ദൈവപിതാവേ, നീ എന്താന്ന് വെച്ചാൽ അതൊന്ന് ശരിയാക്കിയേക്കണം എന്നും പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, അമ്മയുടെ ഒരു നിലപാടുണ്ട്. ആ ഒരു കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ദൈവപിതാവ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ വിട്ടിട്ട് എൻ്റെ വൈഫിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനെ ഇരുന്ന് ടെംപ്റ്റ് ചെയ്യിപ്പിക്കും. വേണ്ട, ആ കൊച്ചിനോട് പറഞ്ഞുകൊണ്ടിരിക്കും, നീ ചെന്ന് പറ, ബിൻസിയോട് നീ ചെന്ന് പറ എന്നിങ്ങനെ ടെംപ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആ കൊച്ച് എണീറ്റ് വന്നിട്ട് വൈഫിനോട് വന്ന് പറയും, ഈ ദൂതൻ വന്ന് ഔസേപ്പിതാവിനോട് പറഞ്ഞ പോലെ ഈ കൊച്ചു വന്ന് വൈഫിനോട് പറയും, ഇന്നതാകട്ടോ കാര്യം, അതുകൊണ്ട് ജോർജിനെ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇന്ന ഒരു ഡയമെൻഷൻ കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ വൈഫിന് കൺവിൻസ്ഡാ, അവിടെ പ്രശ്നം തീരുവാ. ഇനി എൻ്റെ അപ്പനോട് ഇതുപോലെ, അപ്പം ഇന്ന് ജീവിച്ചിരിപ്പില്ല, പക്ഷെ അപ്പനോട് ഇതുപോലെ ആയിരുന്നു. കാരണം അപ്പനോട് പർട്ടിക്കുലർ ആൾക്കാർ പറഞ്ഞാൽ അപ്പനത് മനസ്സിലാവുമായിരുന്നു. അപ്പം ഞാൻ അന്ന് ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരുന്നെങ്കിൽ ആ വ്യക്തികളെ ദൈവം ടെംപ്റ്റ് ചെയ്ത് അപ്പനോട് പറയുമായിരുന്നു. ഇനി അമ്മയ്ക്ക് ഇങ്ങനെയാണ്, അമ്മമാർക്ക് പെമ്മക്കൾ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ, വേറെ ആര് പറഞ്ഞാലും അമ്മമാർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നമ്മളും ഇങ്ങനെ ദൈവപിതാവിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ ദൈവം ഇങ്ങനെ ടെംപ്റ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കും. അപ്പോൾ അമ്മയ്ക്ക് ഓക്കെ. അമ്മമാരുടെ സൈക്കോളജി അതാണല്ലോ, പെമ്മക്കൾ പറഞ്ഞാലും അമ്മമാർക്ക് മനസ്സിലാകത്തുള്ളൂ, വേറെ ആര് പറഞ്ഞാലും അമ്മമാർക്ക് അത് മനസ്സിലാകത്തില്ല. കാരണം ഒരു പെണ്ണിനല്ലേ വേറൊരു പെണ്ണിനെ മനസ്സിലാക്കത്തുള്ളൂ. ഇതുപോലെ നമ്മുടെ ഓഫീസിൽ ചിലപ്പോൾ ഒരു ഈ സ്റ്റാഫിനോട് നമ്മളെന്താ പറയണത്, നമ്മൾ ചെന്ന് പറയുമ്പോഴേ പ്രശ്നം ഉണ്ടാകും. ഞാനും ആ സ്റ്റാഫും തമ്മിൽ മാനസികമായിട്ട് അകലും, അതിനൊരു ഭയങ്കര പ്രശ്നം ഉണ്ടാകും. ഞാനൊക്കെ വലിയ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഓഫീസിൽ. ഞാൻ മൂലം 3-4 പേർ റിസൈൻ ചെയ്ത് പോയിട്ടുണ്ട് ഓഫീസിൽ. ഞാൻ മുഖത്ത് നോക്കി പറയാം, ഇന്ന പ്രശ്നമുണ്ട് കേട്ടോ, മര്യാദയ്ക്ക് ചെയ്തോണം. പക്ഷെ നമ്മളൊരു നന്മ പ്രതീക്ഷിച്ചാണ് പറയുന്നത്. കാരണം ആ വ്യക്തിയിൽ നിന്ന് ആ ഒരു നന്മ വരണമല്ലോ. അപ്പോൾ അത് വന്നില്ലെങ്കിൽ ഇന്ന കാരണമാണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആ കാരണം നമ്മൾ നേരിട്ട് പറയുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമാകും. എന്നെക്കുറിച്ച് അങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കര വിഷയം ഉണ്ടാക്കി അവസാനം ഞാൻ ചീത്ത പറയും. ഞാൻ ഓഫീസിൽ നിന്നൊക്കെ ഓടിച്ചിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ടിൽ വന്നു പോരുമെന്ന് പറഞ്ഞിട്ട് ഓടിച്ചിട്ടുണ്ട്. അവർ പിറ്റേ ദിവസം റെസിഗ്നേഷൻ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ HR മാനേജരും CEO ഒക്കെ വിളിച്ച് നമ്മളെ പൂര ചീത്ത, ഇനി മേലെ ആരത് വാ തുറന്നേക്കണമെന്ന് വരെ വാണിംഗ് വരെ തന്നിട്ടുണ്ട്. അങ്ങനെ കിട്ടും നമുക്ക് ചിലപ്പോഴൊക്കെ.
കാരണം നമ്മൾ പറഞ്ഞാൽ അത് കൺവിൻസ് ആവത്തില്ലെന്നേ. ഇത് കാലങ്ങൾ കഴിയുമ്പോൾ നേരെ തിരിച്ചു വരുവേ, അത് വേറെ കാര്യം. കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ എക്സാക്റ്റ് കാര്യങ്ങൾ ഓക്കെ ആയിരുന്നു എന്നുള്ളത് തിരിച്ചറിയും. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സമയത്ത് ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ ഒരു നിലപാട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും എടുക്കേണ്ടതാണ്. ഇനി നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ ഒരു അയൽക്കാരനോട് നമുക്കൊരു കാര്യം പറയണം. ഡയറക്റ്റ് പോയി പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാര്യം നടന്നാൽ പോരെ അല്ലേ. ഈ നമ്മുടെ ജോൺ പോൾ പിതാവൊക്കെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കാം. കാരണം ഈ കമ്മ്യൂണിസത്തിൻ്റെയൊക്കെ അടിവേരിളക്കിയ ഒരു മനുഷ്യനാണ് ലോകത്ത്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോട് കമ്മ്യൂണിസ്റ്റ് സ്ട്രോങ് എന്ന് ഈ ജോൺ പോൾ പിതാവ് പറഞ്ഞിട്ടില്ല. പക്ഷേ ജോൺ പോൾ പിതാവ് ചെയ്യുന്നൊരു കാര്യം ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിരുന്നു. ആൾ ദൈവം ഇതാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കും, ദൈവത്തിൻ്റെ സ്നേഹം ഇതാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കും. അങ്ങനെ സ്നേഹം മനസ്സിലാകുന്ന ഒരു വ്യക്തിക്ക് ദൈവസ്നേഹത്തിലേക്ക് വരും ആ വ്യക്തി. അപ്പോൾ മറ്റേ തെറ്റാണെന്ന് ആ വ്യക്തിക്ക് തോന്നും. ഇത് ചെയ്താൽ മതി നമ്മുടെ ജീവിതത്തിൽ. കാരണം പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിക്കുക, അമ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കുക അല്ലേ. സന്തോഷത്തിൻ്റെ 1 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മാലാഖയുടെ സന്ദേശം കിട്ടും. ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ ഈ പരിശുദ്ധ അമ്മ എടുത്ത നിലപാടുകൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയെടുക്കണം. ആ നിലപാടിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലപാടാണ്. ഒരു മനുഷ്യനോട് അമ്മ നേരിട്ട് പറയത്തില്ല, ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കും. അപ്പോൾ ദൈവപിതാവ് ഒരു ദൂതനെ അയച്ച് ഔസേപ്പിതാവിനോട് പറയും, ഔസേപ്പെ നീ വിഷമിക്കേണ്ട. അപ്പോൾ ഔസേപ്പ് ചെയ്ത കാര്യങ്ങൾ അപ്പോഴേ എണീറ്റ് മറിയത്തെ ഭാര്യയെ സ്വീകരിച്ചു. കാരണം മനസ്സിലായി, ആ ദൂതൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായി. ദൂതൻ പറഞ്ഞെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഇനി നമ്മളോടും ചില വ്യക്തികൾ പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ അല്ലേ. നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരായിക്കൊള്ളട്ടെ, അല്ലെ നമ്മുടെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് പറഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അത് ആ ഒരു രീതിക്ക് നമ്മളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ അറിയാം. അല്ലാതെ ആര് പറഞ്ഞാലും നമുക്ക് മനസ്സിലാകത്തില്ലല്ലോ ഈ കാര്യങ്ങൾ, നമ്മൾ കൺവിൻസ് ആകത്തില്ല അല്ലേ. ഇപ്പോൾ ABCD 4 വ്യക്തികളുണ്ട്. ഇപ്പോൾ D പറഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാകത്തുള്ളെങ്കിൽ A പറഞ്ഞാലും ഞാൻ അംഗീകരിക്കത്തില്ല, B പറഞ്ഞാലും അംഗീകരിക്കത്തില്ല, C പറഞ്ഞാലും അംഗീകരിക്കും, D പറഞ്ഞാൽ മാത്രം അംഗീകരിക്കും. പിടി കിട്ടുന്നുണ്ടോ? ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പർട്ടിക്കുലർ ആൾക്കാർ പറഞ്ഞെങ്കിൽ മാത്രമേ അവരത് കൺവിൻസ് ആകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ നിലപാടിലേക്ക് നമുക്ക് മടങ്ങാം. വാ അടയ്ക്കുന്നു കേട്ടോ, വാ തുറക്കുന്നില്ല, നേരിട്ട് ആരോടും നമ്മൾ പറയുന്നില്ല, കുറ്റം വിധിക്കുന്നില്ല. ഈശോ പറയുന്നില്ല വിധിക്കരുത്, അപ്പോൾ കുറ്റം വിധിക്കുന്നില്ല. അപ്പം നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ദൈവപിതാവ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. അമ്മേ, നീ എടുത്ത നിലപാടുകൾ ഞങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ വേണ്ടി, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഞങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ നിൻ്റെ നിലപാടെടുക്കാൻ വേണ്ടി. കാരണം ഇങ്ങനെ പറയുമ്പോഴാണല്ലോ പ്രശ്നം ഉണ്ടാവുന്നത്, അഭിപ്രായം പറയുമ്പോഴാണല്ലോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. എൻ്റെ പരിശുദ്ധ ദൈവമാതാവേ, നിൻ്റെ നിലപാടിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ടുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. നീ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച പോലെ ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ പ്രശ്നത്തെ, ഞങ്ങളുടെ പ്രൊഫഷനെ എല്ലാം ദൈവപിതാവെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ആരൊക്കെയായിട്ട് ബന്ധപ്പെടുന്നു എല്ലാ വ്യക്തികളും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നീ എന്താണോ ആഗ്രഹിക്കുന്നത്, ഏത് ദൂതനെയാണോ അവരിലേക്ക് വിടാനായിട്ട് നീ ആഗ്രഹിക്കുന്നത്, നീ അവരെ അയക്കണമേ, അവരിലേക്ക് അയക്കണമേ. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നീ ദൈവത്തിൻ്റെ ആത്മാവിനെ അയച്ച് അവർക്ക് നീ വ്യക്തമാക്കി കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, നിൻ്റെ സാന്നിധ്യം ഞങ്ങളെ പൊതിയണമേ. ആമേൻ.